കൊല്ലം ജില്ലയിലാണ് ഇന്ന് യാത്രയുള്ളത്. പുനലൂരിൽ SN കോളേജിൽ ഇപ്പോൾ SKN സംസാരിക്കുകയാണ്. തത്സമയം അശോകന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് നിരന്തരമായി കോസ്റ്റ്യൂം അയച്ചു തന്ന അശോകൻ്റെ ഗായത്രി പൂട്ടി. എനിക്കതൊക്കെ അല്ലേ ഒരു സുഹൃത്തിനോട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അശോകനൊക്കെ അയച്ചു തരുന്ന ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഈ ശീതീകരിച്ച മുറിക്കുള്ളിൽ വളർന്ന ഒരാൾ ഇത്രയും മേലോട്ട് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന ആകാശത്തിന് കീഴെ ഞാനും എൻ്റെ സംഘാംഗങ്ങളും. ആഷ്മിയൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇത്രയും വെയിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചു വെയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, വേറെ എന്തോ കുഴപ്പം വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആഷ്മി പറഞ്ഞത്. വിജയകുമാറിനെ കണ്ടാൽ അറിയാതായി. എൻ്റെ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞൊരു 30 ദിവസം കഴിയുമ്പോൾ വിജയകുമാറിനെ സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്ക് വിജയകുമാറിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഏതോ ഒരു മനുഷ്യൻ രാത്രി വീട്ടിൽ കയറി വരുന്നല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ഭാര്യ സംശയിക്കാൻ സാധ്യത. ആ രീതിയിൽ കരിഞ്ഞുണങ്ങി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചൂട് സഹിച്ച് ഇത് കൂടാതെ ഉണ്ണികൃഷ്ണനും അതുപോലെ നമ്മുടെ സംഘം നമ്മുടെ ഈ നിങ്ങളെ ബഹിരാകാശത്ത് വരെ എത്തിച്ച് നമ്മുടെ കാഴ്ചകൾ കാണിച്ചു തരുന്ന മേഘക്കിറുകൾക്കിടയിൽ ഒരു ക്യാമറ ഒളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിച്ച ആദ്യത്തെ ആൾ ലോകത്ത് വിജയകുമാറാണ്. അങ്ങനെയുള്ള ആകാശ ദൃശ്യങ്ങളെ കാണിക്കുന്ന അരുൺ എഴുപുന്ന മുതൽ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാം. മാത്രമല്ല ഒരു ഗവേഷക സംഘം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ബിന്ദുരാജ് എന്ന് പറയുന്ന 24 പ്രവർത്തിക്കുന്ന ഗവേഷകനാണ്. എന്തിനാണ് ഗവേഷകൻ എന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ, പ്രായോഗിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വലിയൊരു റിപ്പോർട്ടാക്കി ഒരു PhD തീസിസ് പോലാക്കി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു നമ്മളിത് ലോഞ്ച് ചെയ്ത ദിവസം. ആ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തതോടെ മുഖ്യമന്ത്രി വളരെ കടുത്ത നിർദ്ദേശം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റവാളിയുടെ മുഖം നോക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആരെയും ജാമ്യത്തിലിറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകരുത്. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. ഞാൻ പാർട്ടിക്കാരനായിട്ട് പറയുന്നതല്ല, പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിനകത്ത് പാർട്ടിയൊന്നുമല്ല, മതമില്ല, ജാതിയില്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടി, 2 കുട്ടികളൊക്കെ നമുക്കുള്ളൂ. നമ്മൾ അമിതമായി വത്സല കുട്ടികളായിട്ട് വാത്സല്യത്തോടെ വളർത്തിയതാണ്. നമുക്കറിയാം ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറേ കാലമായി കാത്തിരുന്നിട്ടൊരു കുഞ്ഞുണ്ട്. പുനലൂർ SN കോളേജിൽ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ ഇപ്പോൾ SKN സംസാരിക്കുകയാണ്.